ഡിവിസിബിലിറ്റി ടെസ്റ്റ്. ഒരു നമ്പറിനെ സെർട്ടൻ നമ്പേഴ്സ് കൊണ്ട് എങ്ങനെയാണ് ഡിവിസിബിലിറ്റി ഡിസൈഡ് ചെയ്യുക എന്നാണ് നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത്. ഡിവിസിബിൾ ആവുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു നമ്പർ ഇൻറ്റിജർ n, അതിനെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് 10, 5, 2⁻⁴, അതായത് 2യുടെ പവർ 2, 2 സ്ക്വയർ, 2 ക്യൂബ്, അങ്ങനെ 3, 9 and 11. ഈ നമ്പർ കൊണ്ട് എന്നിനെ എപ്പോഴാണ് ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? ഡിവിഷൻ മീൻസ് കംപ്ലീറ്റ് ഡിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എന്നിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 റിമൈൻഡർ വരുന്ന വിധത്തിൽ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ എപ്പോഴാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? അങ്ങനെയാണെങ്കിൽ എന്നിന് എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ വി ടേക്ക് എൻ ഇൻറ്റിജർ. ഏതൊരു ഇൻറ്റിജറിനെയും നമുക്ക് ഇപ്പോൾ n = 123 ആണെങ്കിൽ 123 ആണെങ്കിൽ അതിനെ നമുക്ക് ബേസ് 10 ആയിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ 3 × 10⁻⁴ പ്ലസ് 2 × 10⁻⁴ പ്ലസ് 1 × 10² ഇങ്ങനെയാണ് എഴുതുക. അതായത് 1 × 10² പ്ലസ് 2 × 10⁻⁴ പ്ലസ് 3 × 10⁻⁴, അതായത് 10⁻⁴ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഡെസിമൽ റെപ്രസെൻറ്റേഷനിൽ എന്നിനെ എഴുതുന്നത്. ഇപ്പോൾ ഒരു ജനറൽ n = nk, nk - 1, nk - 2 എക്സെട്ര n1, n0 ബേസ് 10 ആണെങ്കിൽ അതിനെ നമുക്ക് എഴുതാൻ പറ്റുന്നത് n = nk × some 10ൻ്റെ പവർ 10⁻k പ്ലസ് nk - 1 × 10⁻k - 1 പ്ലസ് എക്സെട്ര പ്ലസ് n1 × 10⁻1 പ്ലസ് n0 × 10⁻0 or n0 × 1. സോ ഇങ്ങനെ നമുക്ക് ഏതൊരു ഇൻറ്റിജറിനെയും ഡെസിമൽ റെപ്രസെൻറ്റേഷനിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു എക്സ്പാൻഷനാണ് നമ്മൾ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഫോർ 10 ആണ്. 10 കൊണ്ട് എങ്ങനെ 10ൻ്റെ ഡിവിസിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാം? അപ്പോൾ നമുക്കറിയാം ഏതൊരു ഇൻറ്റിജറും അതിൻ്റെ മോഡുലോ 10ൽ കോൺഗ്രുവൻ്റ് മോഡുലോ 10ൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിനോട് കോൺഗ്രുവൻ്റ് ആണ്. അതായത് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ n0 ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം, ലാസ്റ്റ് നമ്പർ n ഈസ് കോൺഗ്രുവൻ്റ് ടു n0 മോഡുലോ 10. സോ ഈ n ഈസ് ഡിവിസിബിൾ ബൈ 10 ഇഫ് ആൻഡ് ഓൺലി ഇഫ് n0 ഈസ് ഡിവിസിബിൾ ബൈ 10. അതായത് n-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് n0-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമ്പോഴേ അത് സംഭവിക്കുകയുള്ളൂ. ദാറ്റ് ഈസ് ഈ n ഈസ് കോൺഗ്രുവൻ്റ് ടു n0 മോഡുലോ 10 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് n-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് n0 റിമൈൻഡർ കിട്ടുന്നു എന്നാണ്. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡേഴ്സ് എന്ന് പറയുമ്പോൾ 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് ആയിരിക്കും. അപ്പോൾ n ഈസ് ഡിവിസിബിൾ ബൈ 10 ഇഫ് ആൻഡ് ഓൺലി ഇഫ് n0 ഈസ് ഡിവിസിബിൾ ബൈ 10 ആണ്. അപ്പോൾ n0 എപ്പോഴാണ് ഡിവിസിബിൾ ബൈ 10 ആവുക? n0 1 ആയാൽ ഡിവിസിബിൾ ബൈ 10 ആവില്ല, കാരണം 10 does not divides 1 ആണ്. അതുപോലെ 10 does not divides 2 ആണ്, എക്സെട്ര 10 does not divides 9 ആണ്. പക്ഷേ 10 divides 0 ആണ്. 0 = 10 × 0 എന്ന് എഴുതാം. സോ n0 0 ആകുമ്പോൾ മാത്രമാണ് അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഒരു ഇൻറ്റിജർ n ഈസ് ഡിവിസിബിൾ ബൈ 10 ഇഫ് ആൻഡ് ഓൺലി ഇഫ് അതിൻ്റെ n0 എന്ന് പറയുമ്പോൾ എന്താണ്? ലാസ്റ്റ് നമ്പറാണ് അല്ലേ, യൂണിറ്റ് ഡിജിറ്റാണ്. അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ്, അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന നമ്പർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് യൂണിറ്റ് ഡിജിറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 10, ദാറ്റ് ഈസ് യൂണിറ്റ് ഡിജിറ്റ് ഈസ് 0 എന്ന് പറയാം. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 0 ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമേ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം 10, 100, അതുപോലെ 200 അങ്ങനെയുള്ള നമ്പേഴ്സ്, 210 അങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള കണ്ടീഷൻ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 0 ആയിരിക്കണം. നെക്സ്റ്റ് ഡിവിസിബിലിറ്റി ബൈ 5 ആണ്. നമുക്കറിയാം
എന്നിൻ്റെ അതേ 10ൻ്റെ അതേ കോൺഗ്രുവൻ്റാണ് ഉപയോഗിക്കുന്നത്. n ഈസ് കോൺഗ്രുവൻറ്റ് ടു n നോട്ട് മോളിലോ 10. ഇനി n ഈസ് ഡിവിസിബിൾ ബൈ 5 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദിസ് n നോട്ട് ഈസ് ഡിവിസിബിൾ ബൈ 5. എന്നിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് n നോട്ടിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമ്പോഴേ അത് സംഭവിക്കുള്ളൂ. ഇനി ഈ n നോട്ടിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇപ്പോൾ റിമൈൻഡർ വരിക 0 മുതൽ 9 വരെയാണ്. അതിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയത് ഏതാണ്? 5 ഡിവൈഡ്സ് 0 ആണ്, അതുപോലെ 5 ഡിവൈഡ്സ് 5 ആണ്. അതായത് ഈ n നോട്ടിന് 2 പോസിബിലിറ്റി ആണുള്ളത്, 0യും 5ഉം. ദാറ്റ് മീൻസ് an integer n is divisible by 5, n is divisible by 5 if and only if its unit digit is, രണ്ട് ചോയ്സ് ഉണ്ട്, 0 or 5. 0 അല്ലെങ്കിൽ 5 ആകുമ്പോൾ മാത്രമേ. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ്, ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റ് 0 വരണം അല്ലെങ്കിൽ 5 വരണം. അങ്ങനെയുള്ള നമ്പേഴ്സ് മാത്രമേ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് ഡിവിസിബിലിറ്റി ബൈ 3 and 9. 3 കൊണ്ടും 9 കൊണ്ടും എങ്ങനെയാണ് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് തീരുമാനിക്കുന്നത്. നമുക്കറിയാം 10 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 3 ആണ്. ആദ്യം 3 കൊണ്ടുള്ളത് ചെക്ക് ചെയ്യാം. 10 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 3. സോ പവർ എടുത്തു കഴിഞ്ഞാൽ 10 റൈസ് ടു i ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 റൈസ് ടു i. 10ൻ്റെ ഒരു പവർ, രണ്ട് സൈഡിലും പവർ എടുത്തു, മോഡുലോ 3. സോ 10 റൈസ് ടു i ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 റൈസ് ടു i മീൻസ് 1. ഏതൊരു പവറിനും 1ൻ്റെ പവർ 1 ആണ്. 10 റൈസ് ടു i ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 3. ഇനി നമുക്കറിയാം എന്നിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. n ഈക്വൽ ടു nk ഇൻറ്റു 10 റൈസ് ടു k പ്ലസ് nk മൈനസ് 1 10 റൈസ് ടു k മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് n1 ഇൻറ്റു 10 റൈസ് ടു 1 പ്ലസ് n നോട്ടാണ്. അപ്പോൾ 10ൻ്റെ ഏതൊരു പവറും മോഡുലോ 3ൽ 1 കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മീനിങ്. 10 റൈസ് ടു i ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 3 ആണ്. അപ്പോൾ നമ്മൾ എന്നിൻ്റെ മോഡുലോ 3ലെ കോൺഗ്രുവൻസ് എഴുതുമ്പോൾ, എന്നിൻ്റെ മോഡുലോ 3ലെ കോൺഗ്രുവൻസ് എഴുതുമ്പോൾ ഓരോ 10ൻ്റെ പവറും, 10ൻ്റെ പവർ കുറേ ഉണ്ട് ഇവിടെ, അതിനെ ഓരോന്നിനെയും 1 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. സോ nk 10 റൈസ് ടു k എന്ന് പറയുമ്പോൾ 1 ആണ്, 10 റൈസ് ടു k മൈനസ് 1 1 ആണ്, എക്സെട്ര 10 റൈസ് ടു 1, ഇവിടെ 10 റൈസ് ടു 0 അതും 1. അപ്പോൾ nk പ്ലസ് nk മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് n1 പ്ലസ് n നോട്ട് മോഡുലോ 3 എന്ന് കിട്ടും. സോ n ഈസ് കോൺഗ്രുവൻറ്റ് ടു nk പ്ലസ് nk മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് n1 പ്ലസ് n നോട്ട് മോഡുലോ 3. ദാറ്റ് ഈസ് എ നമ്പർ n ഈസ് ഡിവിസിബിൾ ബൈ 3 if and only if this sum is divisible by 3. That means ഒരു ഇൻറ്റീജർ n ഡിവിസിബിൾ ബൈ 3 if and only if ആ ഇൻറ്റീജറിലുള്ള ഡിജിറ്റുകളുടെ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ്, ആ സം എന്തായിരിക്കണം? ഈസ് ഡിവിസിബിൾ ബൈ 3 ആയിരിക്കണം. ഇപ്പോൾ 1 2 3 എന്നുള്ള നമ്പർ n ആണ്. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമോ പറ്റുമോ എന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 3 ഇതിൽ ഡിജിറ്റ്സ് ആഡ് ചെയ്യുക. 1 പ്ലസ് 2 പ്ലസ് 3 വി ഗെറ്റ് 6. ആ സമ്മ് 3നെ ഡിവൈഡ് ചെയ്യുമെന്ന് നോക്കിയാൽ മതി. 3 ആ സമ്മിന് 3 ഡിവൈഡ് ചെയ്യുമെന്ന് നോക്കിയാൽ മതി. 3 ഡിവൈഡ്സ് 6 ആണ്. 6 എന്ന് പറയുന്നത് 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണ്. സോ 1 2 3നെ 3 ഡിവൈഡ്സ് 1 2 3 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ഡിറ്റർമിൻ ചെയ്താൽ എന്ത് മതി? ആ നമ്പറിലെ ഡിജിറ്റുകൾ ആഡ് ചെയ്യുക, ആ സമ്മിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതുപോലെ തന്നെയാണ് 9ഉം വരുന്നത്. കാരണം 10 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 9ഉം ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് 10 റൈസ് ടു i ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 റൈസ് ടു i, അതായത് 1 ആണ്, മോഡുലോ 9 എന്ന് എഴുതാം. ഓരോ 10ൻ്റെ ഓരോ പവറിനെയും 1 കൊണ്ട് റീപ്ലേസ് ചെയ്താൽ സെയിം റിസൾട്ട് കിട്ടും. n ഈസ് കോൺഗ്രുവൻറ്റ് ടു nk പ്ലസ് nk മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് n1 പ്ലസ് n നോട്ട് മോഡുലോ 9 എന്ന് കിട്ടും. അതായത് an integer n ഈസ് ഡിവിസിബിൾ ബൈ 9 if and only if the sum of its digits is divisible by 9. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമെന്ന് ചെക്ക് ചെയ്യാൻ സമ്മിന് അതിൻ്റെ ഡിജിറ്റ്സുകളുടെ സമ്മ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 9 കൊണ്ടാണെങ്കിൽ ആ സമ്മിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 1 2 3 എന്നുള്ള നമ്പർ
അതിൻ്റെ സമ്മ് ഡിജിറ്റ് സമ്മ് 1 + 2 + 3 6 ആണ് കേട്ടോ. പക്ഷെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, 9 ഡസ് നോട്ട് ഡിവൈഡ് 6 ആണ്. അപ്പോൾ ഇതിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷേ 9 കൊണ്ട് പറ്റില്ല. 1 2 3 3 ആണെന്ന് വിചാരിക്കുക. സോ 1 + 2 + 3 + 3 ദാറ്റ്സ് ഈക്വൽ ടു 9. അപ്പോൾ 9 ഡിവൈഡ്സ് 1 2 3 3 ആണ്, പക്ഷേ 9 ഡസ് നോട്ട് ഡിവൈഡ്സ് 1 2 3 ആണ്. അപ്പോൾ സമ്മ് നോക്കുക, അത് 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 9ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദ നെക്സ്റ്റ് ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഫോർ 2 റൈസ് ടു i. 2 റൈസ് ടു i കൊണ്ട്, അതായത് 2ൻ്റെ പവർ 2 4 8 16 അങ്ങനെയുള്ള നമ്പേഴ്സ് കൊണ്ട് എങ്ങനെയാണ് ഒരു ഇൻറ്റിജറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? വി ഹാവ് 10 ഈസ് കോൺഗ്രുവൻറ്റ് ടു 10 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്, 0 മോഡുലോ 2 എന്ന് എഴുതാം. അപ്പോൾ 10 റൈസ് ടു i ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 റൈസ് ടു i മോഡുലോ 2. ദാറ്റ് മീൻസ് 10 റൈസ് ടു i ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 റൈസ് ടു i മീൻസ് 0 മോഡുലോ 2. ഫോർ എനി ഇൻറ്റിജർ, ആൾ പോസിറ്റീവ് ഇൻറ്റിജർ, ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും 10ൻ്റെ പവേഴ്സ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 10 റൈസ് ടു i ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ 2 റൈസ് ടു i എന്ന് എഴുതാം, റിപ്പീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ. കാരണം ഇപ്പോൾ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 ഡിവൈഡ്സ് 10, 2 സ്ക്വയറിന് 100 ഡിവൈഡ് ചെയ്യും, അതുപോലെ 2 ക്യൂബ് 1000നെ ഡിവൈഡ് ചെയ്യും, അങ്ങനെ പോകും. സോ 10 റൈസ് ടു i ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ 2 റൈസ് ടു i ഫോർ ആൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് i. Also we have ഏതൊരു ഇൻറ്റിജർ n-നെയും n ഈസ് കോൺഗ്രുവൻറ്റ് ടു n നോട്ട് ലാസ്റ്റ് ഡിജിറ്റ് മോഡുലോ 2 ആണ്. അതായത് ഏതൊരു നമ്പറിനും 1 2 3 അതിലെ ലാസ്റ്റ് ഡിജിറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 10ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 2ൻ്റെ മൾട്ടിപ്പിളും ആയിരിക്കും. സോ ഈ n നോട്ടിൻ്റെ കൂടെ നമ്മൾ n1 മൾട്ടിപ്പിൾ ചെയ്തു, n1 ഇൻറ്റു n നോട്ട്, അത് 2 റൈസ് ടു iയുടെ കോൺഗ്രുവൻറ്റ് മോഡലായിരിക്കും, 2 റൈസ് ടു 2 സ്ക്വയറിൻ്റെ 2 നമ്പർ ആകുമ്പോൾ 2 സ്ക്വയർ. ദെൻ അടുത്തത് കോൺഗ്രുവൻറ്റ് ടു ഒരു അടുത്ത നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, n2 n1 n നോട്ട് മോഡുലോ 2 ക്യൂബ്, ഇങ്ങനെ പോവും എക്സെട്ര. നമ്മൾ 2 റൈസ് ടു i എടുക്കുകയാണ്, 2 റൈസ് ടു i മോഡുലോ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ 2 വന്നപ്പോൾ ഇവിടെ 1 ആണ് വന്ന്, 3 വന്നപ്പോൾ 2, അപ്പോൾ i വരുമ്പോൾ i മൈനസ് 1 വരും, ni മൈനസ് 1, നെക്സ്റ്റ് ni മൈനസ് 2 എക്സെട്ര n1 n നോട്ട് മോഡുലോ 2 റൈസ് ടു i. സോ n ഈസ് കോൺഗ്രുവൻറ്റ് ടു ni മൈനസ് 1 ni മൈനസ് 2 എക്സെട്ര n1 n നോട്ട് മോഡുലോ 2 റൈസ് ടു i. അതായത് ഇനി ഈ n-നെ 2 റൈസ് ടു i കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ദിസ് പ്രോഡക്റ്റ് ni മൈനസ് 1 ni മൈനസ് 2 എക്സെട്ര n പ്രോഡക്റ്റ് അല്ല, അത് ആ നമ്പേഴ്സ് അറേഞ്ച് ചെയ്തതാണ്, ni മൈനസ് 1 ni മൈനസ് 2 എക്സെട്ര n1 n നോട്ട് ഈസ് ഡിവിസിബിൾ ബൈ 2 റൈസ് ടു i. അതായത് ഒരു ഇൻറ്റിജർ n ഈസ് ഡിവിസിബിൾ ബൈ 2 റൈസ് ടു i if and only if the number formed by the last i digits കൊണ്ട് ഫോം ചെയ്യുന്ന നമ്പർ ഇൻ n-ലെ ലാസ്റ്റ് i ഡിജിറ്റ്സ് എടുക്കുക, അതുകൊണ്ട് ഫോം ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ടാവും, ഈസ് ഡിവിസിബിൾ ബൈ 2 റൈസ് ടു i. ദാറ്റ് ഈസ്, ഇപ്പോൾ നമ്മൾ ഒരു വലിയൊരു നമ്പർ ഇട്ടു 1 2 3 4 5 6 7, ഈ നമ്പർ 2 റൈസ് ടു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ദ നമ്പർ ഫോംഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 2 റൈസ് ടു 1 ആണ്, ലാസ്റ്റ് 1 ഡിജിറ്റ്, അതായത് 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, എന്നാലേ ഇതിനെ ഈ നമ്പറിനെ മൊത്തത്തിൽ n-നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ 2 ഡസ് നോട്ട് ഡിവൈഡ് 7 ആണ്, അതുകൊണ്ട് ഈ n 2 ഡസ് നോട്ട് ഡിവൈഡ്സ് n ആണ്. ഇനി 2 സ്ക്വയർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് പറയണമെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എടുക്കുക, 67, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, പക്ഷേ അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് 4 ഡസ് നോട്ട് ഡിവൈഡ്സ് n. അതാണ് ഈ റിസൾട്ട് പറയുന്നത്. അതായത് ഒരു ഇൻറ്റിജർ n ഈസ് ഡിവിസിബിൾ ബൈ 2 റൈസ് ടു i if and only if the number formed by the last i digits in n
ഈസ് ഡിവിസിബിൾ ബൈ 2⁻i. അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയണമെങ്കിൽ ദ ലാസ്റ്റ് ഡിജിറ്റ്, യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ വൺസ് ഡിജിറ്റ് n0 ഈസ് ഡിവിസിബിൾ ബൈ 2 ആയിരിക്കണം. It is divisible by 2 square equal to 4 if the last 2 digit number n1 n0 is divisible by 4. അതുപോലെ it is divisible by 2 cube or equal to 8 if the last 3 digit number n2 n1 n0 is divisible by 2 cube or 8 and so on. അങ്ങനെ പോകും. ഇനി ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഫോർ 11 ആണ്. ഒരു ഇൻറ്റിജറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ആ ഇൻറ്റിജറിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ടാകുമ്പോഴാണ്. വി ഹാവ് 10 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ 11 ആണ്. അപ്പോൾ 10⁻i ഈസ് കോൺഗ്രുവൻറ്റ് ടു -1⁻i മോഡുലോ 11. ഇനി നമുക്ക് n അറിയാം. n ഈക്വൽ ടു nk 10⁻k പ്ലസ് nk -1 10⁻k-1 പ്ലസ് എക്സെട്ര പ്ലസ് n1 10⁻1 പ്ലസ് n0 ആണ്. അപ്പോൾ എന്നിൻ്റെ മോഡുലോ 11ൽ നമ്മൾ കോൺഗ്രുവൻ്റ് എടുക്കുകയാണെങ്കിൽ ഓരോ 10ൻ്റെ പവറും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. -1/10ൻ്റെ ഏതാണോ പവർ അത് i. ഇപ്പോൾ 10⁻k നമുക്ക് -1/k കൊണ്ട് റീപ്ലേസ് ചെയ്യാം. 10⁻k-1നെ -1/k-1 പ്ലസ് എക്സെട്ര പ്ലസ് n1 10⁻1 അതായത് -1 പ്ലസ് n0 ഇങ്ങനെയായിരിക്കും വരിക. സോ ഈ n ഈസ് ഡിവിസിബിൾ ബൈ 11 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദിസ് സം ഈസ് ഡിവിസിബിൾ ബൈ 11 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ സമ്മിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്താണ്. ഇതിൽ ഒരു ടേം പ്ലസ് ആണെങ്കിൽ അടുത്ത ടേം മൈനസ് അങ്ങനെ ആയിരിക്കും. കാരണം -1/k എല്ലാത്തിനും വരുന്നുണ്ട്. ഈ k ഓടും ഈവനും ആകുന്നതിനനുസരിച്ച് പ്ലസും മൈനസും വരും. അപ്പോൾ അതിലെ പ്ലസ് ടേമുകൾ നമ്മൾ എടുക്കുകയാണ്. n0 പ്ലസ് ആയിരിക്കും. അത് കഴിഞ്ഞ് അടുത്തത് n2 ആണ് വരിക. അപ്പോൾ അതൊന്ന് ഒരുമിച്ച് എഴുതാം. n0 പ്ലസ് n2 പ്ലസ് n4 അതായത് ഈവൺ ഇൻഡെക്സുകൾ വരുന്നത് 0 2 4 എക്സെട്ര പ്ലസ് എക്സെട്ര എത്രയാണെന്ന് നമുക്കറിയില്ല. കെയുടെ വാല്യൂ അറിഞ്ഞാലേ പറ്റൂ. ഇനി ബാക്കി എല്ലാത്തിലും മൈനസ് ഉണ്ടാവും. n1ൽ മൈനസ് ഉണ്ടാവും, n3ൽ ഉണ്ടാവും. അപ്പോൾ മൈനസ് ഓഫ് അത് ഒന്നിച്ചെടുത്തു. n1 പ്ലസ് n3 പ്ലസ് n5 പ്ലസ് എക്സെട്ര. ഈ സം എന്തായിരിക്കണം? ഡിവിസിബിൾ ബൈ 11 ആയിരിക്കണം. അപ്പോൾ ഒരു ഇൻറ്റിജർ n ഡിവിസിബിൾ ബൈ 11 ഡിറ്റർമൈൻ ചെയ്യാൻ ഇഫ് ആൻഡ് ഓൺലി എന്ത് ചെയ്താൽ മതി? ദി സം ഓഫ് the digits in the even positions minus the sum of digits in the odd positions is divisible by 11. ഈവൺ പൊസിഷനിലുള്ള നമ്പേഴ്സിൻ്റെ സം എടുക്കുക മൈനസ് ഓഡ് പൊസിഷനിലുള്ള നമ്പേഴ്സിൻ്റെ സം എടുക്കുക. അത് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പറിന് ടോട്ടലായിട്ട് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പൊസിഷൻ തുടങ്ങുന്നത് 0യിലാണ്, അത് ശ്രദ്ധിക്കണം. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. n ഈക്വൽ ടു 2 4 3 5 0 6 ആൻഡ് 0 7 6 ഈ നമ്പർ ഇതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈവൺ പൊസിഷൻ 0 മുതൽ തുടങ്ങുക. 0 2 4 6 8. അപ്പോൾ 6 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 3 പ്ലസ് 2 മൈനസ് ഓഡ് പൊസിഷനിൽ 1 6 വരും, അല്ല 1 7 വരും, 6 വരും, പിന്നെ 5 വരും, 4. ദാറ്റ് ഈസ് 7 പ്ലസ് 6 പ്ലസ് 5 പ്ലസ് 4 ഇത് കാണാം. അപ്പോൾ നമുക്ക് ആദ്യത്തേൽ 11 കിട്ടും മൈനസ് 22 ദാറ്റ്സ് ഈക്വൽ ടു -11. ഇത് 11ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് 11 ഡിവൈഡ്സ് ഈ സം ആണെങ്കിൽ ദാറ്റ് ഈസ് ഈ സം -11 എന്നുള്ളത് മൾട്ടിപ്പിൾ ഓഫ് 11 ആണ്. ദാറ്റ് ഈസ് 11 ഡിവൈഡ്സ് -11 ദെയർഫോർ 11 ഡിവൈഡ്സ് n എന്ന് പറയാൻ പറ്റും. ഇങ്ങനെയാണ് അത്
ചെക്ക് ചെയ്യുന്നത്. സോ നമ്മൾ 10, 5, 3, 9, 2⁻i, 11 ഇത്രയും നമ്പേഴ്സിൻ്റെ ഡിവിസിബിലിറ്റിയാണ് ചെക്ക് ചെയ്തത്. ഇനി നമ്മളൊരു ടേം പഠിക്കുകയാണ് പുതിയത്, പാലിൻഡ്രോം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ. എ പാലിൻഡ്രോം ഇസ് എ വേർഡ്, നമ്പർ, phrase or other sequence of characters which reads the same backward as forward, such as madam, race car, or a number 10801. അതായത് പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ അതൊരു വേർഡ് ആവാം, ഒരു നമ്പർ ആവാം, ഒരു ഫ്രേസ് ആവാം, അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആവാം. അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഫോർവേഡും ബാക്ക്വേഡും വായിച്ചാൽ ഒരേപോലെ വരും. അതായത് മാഡം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് വായിച്ചാലും അവിടുന്ന് ഇങ്ങോട്ട് വായിച്ചാലും ഒരേപോലെയാണ് വരും. നമ്മൾ മലയാളം എന്നൊക്കെ പറയുന്ന പോലെ അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും വായിച്ചാൽ ഒരേപോലെ വരും. 10801, 10701 അങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ. സോ ഇതിനെയാണ് പാലിൻഡ്രോം എന്ന് പറയുക. അപ്പോൾ പാലിൻഡ്രോമും ഡിവിസിബിലിറ്റി ബൈ 11 തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതാണ് ഈ തിയറത്തിൽ പറയുന്നത്. എ പാലിൻഡ്രോം with an even number of digits is divisible by 11. ഒരു പാലിൻഡ്രോമും അത് അതിൽ ഈവൻ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ, അതിലെ നമ്പർ ഓഫ് ഡിജിറ്റ്സിൻ്റെ എണ്ണം ഈവൻ ആണെങ്കിൽ അതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതൊന്ന് പ്രൂവ് ചെയ്യാം നമുക്ക്. നമ്മളൊരു നമ്പർ എടുത്തു n, അതൊരു പാലിൻഡ്രോമാണ്, ഈവൻ നമ്പർ ഡിജിറ്റുള്ള. അപ്പോൾ ഈവൻ നമ്പർ ആയതുകൊണ്ട് നമ്മൾ n0 തുടങ്ങുന്നത്. അപ്പോൾ 0 മുതൽ ഈവൻ നമ്പറിനെ നമ്മൾ സാധാരണ 2k എടുക്കും. 0 തുടങ്ങുന്നതുകൊണ്ട് 2k - 1 എടുക്കും. n 2k - 1, n 2k - 2, എക്സെട്ര n1 n0 അങ്ങനെ ഒരു നമ്പർ, ഒരു ഇൻറ്റിജർ എടുത്തു. അതൊരു പാലിൻഡ്രോമാണ്. ഈവൻ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണുള്ളത്. 0 മുതൽ 2k - 1 വരെ 2k ഡിജിറ്റ്സ് ഉണ്ട്, ഈവൻ നമ്പറാണ്. ഇപ്പോൾ പാലിൻഡ്രോം ആയതുകൊണ്ട് നമുക്കറിയാം ഈ നമ്പറും സെയിം ആയിരിക്കും. n 2k - 1ഉം n0 സെയിം ആയിരിക്കും. എന്നാലേ അവിടുന്ന് വായിച്ചാലും ഇവിടുന്ന് വായിച്ചാലും ഒരേപോലെ വരുള്ളൂ. ഈവൻ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണുള്ളത്. അടുത്തത് n 2k - 2ഉം n1ഉം സെയിം ആയിരിക്കും. n 2k - 3ഉം n2 സെയിം ആയിരിക്കും, എക്സെട്ര അങ്ങനെ പോകും. അപ്പോൾ ഡിവിസിബിലിറ്റി ബൈ 11 നമുക്കറിയാം. ഈവൻ പൊസിഷനിലുള്ള സമ്മ് മൈനസ് ഓഡ് പൊസിഷനിലുള്ള സമ്മ് മൾട്ടിപ്പിൾ ഓഫ് 11 ആയിരിക്കും. അപ്പോൾ n ഈസ് കോൺഗ്രുവൻറ്റ് ടു നമുക്കറിയാം n0 പ്ലസ് n2 പ്ലസ് എക്സെട്ര പ്ലസ് n 2k - 2. ഈവൻ നമ്പർ ആയതുകൊണ്ട്, ഈവൻ ഡിജിറ്റ് ആയതുകൊണ്ട്, ഈവൻ നമ്പർ അല്ല ഈവൻ ഡിജിറ്റ് ആയതുകൊണ്ട്, അതായത് ഇതിലുള്ളത് ഒന്നുകിൽ 2 നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ 2 ഡിജിറ്റ് ആയിരിക്കും, 4, 6 അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈവൻ പൊസിഷനിലുള്ള പകുതിയും പകുതിയായിരിക്കും. അപ്പോൾ 10 നമ്പറാണ്, 10 ഡിജിറ്റ് ആണുള്ളെങ്കിൽ 5 എണ്ണം ഈവൻ പൊസിഷനിലും 5 എണ്ണം ഓഡ് പൊസിഷനിലും വരും. അപ്പോൾ നമ്പർ സെയിം ആയിരിക്കും. n0, n2 എക്സെട്ര n 2k - 2 ഇത് ഈവൻ പൊസിഷനിൽ വരുന്നത്, മൈനസ് n1 n3 പ്ലസ് എക്സെട്ര n 2k - 1 മോഡുലോ 11 ഇങ്ങനെയാണ് നമ്മൾ എഴുതാറ്. അപ്പോൾ നമ്മൾ പറഞ്ഞു n0ഉം n 2k - 1ഉം സെയിം ആയിരിക്കും. അതായത് ഇവിടെയുള്ള n0ഉം ഇവിടെയുള്ള n 2k - 1ഉം സെയിം ആയിരിക്കും. n2ഉം n 2k - 3ഉം അതായത് ഇതിന് തൊട്ട് മുന്നുള്ള നമ്പറും സെയിം ആയിരിക്കും. അതുപോലെ n1ഉം n 2k - 2ഉം സെയിം ആയിരിക്കും. അതായത് ഇവിടെ ഏത് നമ്പർ എടുത്തോ അതിനൊക്കെ സെയിം ആയിട്ട് അപ്പുറത്തെ സമ്മിൽ, സെക്കൻഡ് സമ്മിൽ ഒരു നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സമ്മും രണ്ടിലും ഒരേ നമ്പർ ഓഫ് സമ്മാണ്. ഈവൻ നമ്പറാണ്, ഈവൻ ഡിജിറ്റാണ് എന്നിലുള്ളത്. ഇപ്പോൾ എന്നിൽ 10 നമ്പറാണുള്ളതെങ്കിൽ 5ഉം 5 ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ അതേ നമ്പർ ഉണ്ടാവും. പ്ലസ് ഇവിടെ ഒരു ബി ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ബി ഉണ്ടാവും. അപ്പോൾ ഈ 2 സമ്മും മൈനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുക. അപ്പോൾ 0 മോഡുലോ 11 എന്ന് കിട്ടും. ദാറ്റ് ഈസ് n ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ 11 എന്ന് പറഞ്ഞാൽ എന്താ? n ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 11 എന്നാണ് അർത്ഥം. That is n is a multiple of 11 means 11 divides n. So if n is a palindrome with an even number of digits, then it is divisible by 11 എന്ന് കിട്ടും. അപ്പോൾ അതാണ് പാലിൻഡ്രോമും ഡിവിസിബിലിറ്റി ഓഫ് 11ഉം തമ്മിലുള്ള റിലേഷൻ.
നമ്മൾ 1331 അതൊരു പാലിൻഡ്രോമാണ്. അതുപോലെ 60588506 ഇതും ഒരു പാലിൻഡ്രോമാണ്. ഇതിൽ ആദ്യത്തേൽ 4 ഡിജിറ്റാണുള്ളത്. പാലിൻഡ്രോം വിത്ത് ഈവൻ ഡിജിറ്റാണ്. ഇതിപ്പോൾ 11 ഡിവൈഡ്സ് 1331 പക്ഷേ രണ്ടാമത്തേൽ നമുക്കറിയാം 3 6 2 8 അതും ഈവൻ നമ്പർ ഡിജിറ്റുള്ള പാലിൻഡ്രോമാണ്. അതും ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യും. 11 ഡിവൈഡ്സ് n ആണ്. നമ്മൾ 10801 എന്നെടുക്കുകയാണെങ്കിൽ അത് പാലിൻഡ്രോമാണ്. പക്ഷേ അതിൽ ഓഡ് നമ്പർ ഓഫ് ഡിജിറ്റ്സ് 5 ഡിജിറ്റ്സ് ആണുള്ളത്. ഓഡ് നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണ്. സോ 11 ഡസ് നോട്ട് ഡിവൈഡ്സ് 10801 ആണ്. സോ എ പാലിൻഡ്രോം വിത്ത് an even number of digits is divisible by 11. That is the divisibility test. Thank you.